എനിക്ക് തോന്നുന്നത് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടന വേളയിലാണ് ഇത്തരം വിവാദങ്ങളൊക്കെ രാജ്യമൊട്ടാകെ കത്തിപ്പടർന്നത്. അയോധ്യ ക്ഷേത്ര നിർമ്മിതിയെ ഒരു 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 ദേവാലയത്തിൻ്റെ നിർമ്മിതി എന്ന നിലയിലല്ല ഞാൻ കാണുന്നത്. കാരണം ഏതാണ്ട് ഒരു 75 കൊല്ലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആയുസ് കളഞ്ഞ ഒരു അജണ്ടയുടെ പേരാണ് ബാബരി മസ്ജിദ് രാമജന്മഭൂമി ഇഷ്യൂ. ഇപ്പോഴും ആ വിധി ശരിയായില്ല, അവിടെ സമാധാനം വന്നത് വലിയ അപകടമായി പോയി എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മുടെ ബുദ്ധിജീവികളുണ്ട്, നമ്മൾ പലതരത്തിലെ ആളുകൾ അങ്ങനെ ആക്ഷേപിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അയോധ്യ കേസിൻ്റെ വിധി സൂക്ഷ്മമായിട്ട് പലതവണ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ആ വിധിയുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുന്ന ഒരു വാക്യമുണ്ട്: പ്രിയപ്പെട്ടവരെ, നീതിയേക്കാൾ ഈ നാടിന് ഇന്ന് വേണ്ടത് ശാന്തിയാണ്. ഇത് ശാന്തിയുടെ വിധിയാണെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. കാരണം ഒരു ക്ഷേത്രം തകർക്കപ്പെട്ടു, ഒരു പള്ളി തകർക്കപ്പെട്ടു. പള്ളി തകർക്കപ്പെട്ടിടത്ത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ക്ഷേത്രം നിർമ്മിക്കണം എന്നതാണ് നീതി എന്ന് വേണമെങ്കിൽ വാദിക്കാം. സംഭവിക്കാൻ പോകുന്നത് ലോകാവസാനം വരെ ഒരിക്കലും തീരാത്ത തർക്കങ്ങളും ചോരച്ചാലുകളുമായിട്ട് അത് മുന്നോട്ട് പോകും. അതേ സമയത്ത് ആ കോടതി വിധി പ്രഖ്യാപിച്ച പരിണതപ്രജ്ഞർ എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കേണ്ട എല്ലാ ജഡ്ജിമാരും അങ്ങനെയല്ല. പരിണതപ്രജ്ഞരായ ജഡ്ജിമാർ ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്: പള്ളി എവിടെയും നിർമ്മിക്കാം. ലോകത്തിലെ ഏത് പള്ളിയും പോലെ ഒരു പള്ളി മാത്രമാണ് ബാബർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന 1526 നിർമ്മിച്ച അയോധ്യയിലെ പള്ളി. എന്നാൽ ശ്രീരാമ ജന്മഭൂമി എന്ന് അവകാശവാദം ഉന്നയിക്കപ്പെട്ട ഒരു സ്ഥലം ഭൂമിയിൽ മറ്റെവിടെയും ഇല്ല. അതുകൊണ്ട് ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെങ്കിൽ അത് ക്ഷേത്രം നിർമ്മിക്കാൻ സാധ്യമായ ഒരേ ഒരു ഇടം അവിടെയാണ്. എന്നാൽ അപ്പുറത്ത് ബന്ദിപ്പൂർ അല്ലേ ആ സ്ഥലത്തിൻ്റെ പേര്, അപ്പുറത്ത് ഒരു 25 കിലോമീറ്റർ അപ്പുറത്ത് അതിമനോഹരമായ ലോകോത്തരമായ ഒരു പള്ളി നിർമ്മിക്കാൻ സർക്കാർ തന്നെ ഭൂമി കൊടുക്കുകയും സുപ്രീം കോടതി തന്നെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യുമ്പോൾ അത് നീതിയാണ്. എനിക്ക് തോന്നുന്നത്, ഞാൻ ആ വിധി വന്ന ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇക്ബാൽ അൻസാരി സാബ് ജയ് ഹിന്ദ് എന്നായിരുന്നു പോസ്റ്റ്. ഇക്ബാൽ അൻസാരി ആരാണെന്ന് ഓർക്കുന്നുണ്ടാവും. ബാബരി മസ്ജിദ് പള്ളിയാണ്, അത് തകർക്കപ്പെട്ടത് തെറ്റാണ് എന്ന് വാദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ പരമോന്നത വിധി വരുന്നതിൻ്റെ തലേന്നാൾ വരെ കോടതി കയറി ഇറങ്ങിയ അയോധ്യയിലെ സുന്നി വഖഫ് ബോർഡിൻ്റെ സെക്രട്ടറിയാണ് ഇക്ബാൽ അൻസാരി സാഹബ്. പരമഭക്തനായ മനുഷ്യനാണ് അദ്ദേഹം. പരമോന്നത വിധി വന്നപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി, ഇതൊരു സമാധാനത്തിൻ്റെ വിധിയാണല്ലോ, ഞങ്ങളത് അംഗീകരിക്കുന്നു. അവിടെ സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ എത്രയോ കാലത്തെ ഒരു തലവേദനയ്ക്ക് അറുതി വരുത്താൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയാണ്. കേന്ദ്ര ഭരണകൂടത്തിന് ആവശ്യമായ നിർദ്ദേശം നൽകുകയാണ്. അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് അതിൻ്റെ ക്ഷേത്ര നിർമ്മാണത്തിന് ശിലാപൂജയ്ക്ക് ഒക്കെ മേൽനോട്ടം വഹിച്ചത്. വേണമെങ്കിൽ എനിക്ക് തോന്നിയത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അശേഷം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവർ അതിനെ ഹർഷപുളകത്തോടെ സ്വാഗതം ചെയ്യുകയും ആ ഉദ്ഘാടന പരിപാടിയിൽ ശിലാപൂജ പരിപാടിയിൽ പോയി പങ്കെടുക്കുകയും, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരുപക്ഷെ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ വലിയ സ്വീകാര്യത ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് ആ പന്തലിൽ കിട്ടുമായിരുന്നു. കാരണം ആ പള്ളിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കേസ് നടത്തിയ ഇക്ബാൽ അൻസാരിക്കും കൂട്ടർക്കും രാജോചിതമായ സ്വീകരണമാണ് ആ പന്തലിൽ അയോധ്യക്കാർ കൊടുത്തത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അയൽക്കാരൻ അയോധ്യയിൽ പോയി വന്നു. അദ്ദേഹം അവിടെ അയോധ്യയിൽ കയറി ഇറങ്ങിയത് 6-7 മുസ്ലിങ്ങൾ നടത്തുന്ന 6-7 ബിസിനസ് സ്ഥാപനങ്ങളിലാണ്. അവരൊക്കെ നെഞ്ചത്ത് കൈവച്ചു പറയുന്നു അത്രേ, മാഷാ അല്ലാ, ദൈവത്തിന് സ്തുതി, അയോധ്യയിൽ സമാധാനം വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ജീവിതം മെച്ചപ്പെട്ടിരിക്കുന്നു, ലോകോത്തരമായൊരു മഹാനഗരിയായി അത് മാറിയിരിക്കുന്നു. അയോധ്യയിൽ സമാധാനം വന്നു, ജീവിതം പുഷ്ടിപ്പെട്ടു, എല്ലാ മനുഷ്യരും സമാധാനത്തോടെ ജീവിക്കുന്നു. ഇനി വേണമെങ്കിൽ അയോധ്യയിൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറത്ത് വളരെ തകൃതിയായിട്ട് പള്ളിയുടെ പണി നടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് അഭ്യർത്ഥിക്കാവുന്നത്, ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് അഭ്യർത്ഥിക്കാവുന്നത്, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനൊക്കെ അപേക്ഷ കൊടുക്കാം, പള്ളി ഉദ്ഘാടനത്തിനും അങ്ങൊന്ന് വരാൻ സമയം കണ്ടെത്തണം. അത്രയല്ലേ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെയാണ് അതിനെ കാണേണ്ടതാണ് എൻ്റെ വിശ്വാസം. മറ്റു പള്ളികൾക്കൊന്നും എനിക്ക് തോന്നുന്നു അതിനൊന്നും പ്രധാനമന്ത്രിമാർക്ക് പൊതുവേ നേരെ ഉണ്ടാവില്ല. അദ്ദേഹം രാജ്യത്ത് എത്ര പള്ളികളുടെ, എത്ര ക്ഷേത്രങ്ങളുടെ തറക്കല്ലിടൽ നടക്കുന്നു, എത്ര ക്ഷേത്രങ്ങളുടെ ശിലാപൂജ നടക്കുന്നു, അതിനൊന്നും നമ്മുടെ എല്ലാ പ്രധാനമന്ത്രിമാരും പോയിക്കൊള്ളണമെന്നില്ല. അയോധ്യയിൽ പോകേണ്ടതാണ്, പോയേ തീരൂ. അത് രാജ്യത്തിൻ്റെ ശാന്തിക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.